ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് നിൽക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയാണ്, പാളയം ക്യാമ്പസ്, മെയിൻ ക്യാമ്പസാണ്. ഇവിടെയാണ് യൂണിവേഴ്സിറ്റിയുടെ ഓഫീസും എല്ലാം. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് അത് മാത്രമേ ഇവിടെയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് പാളയം ക്യാമ്പസിലാണ്. അപ്പം അതെല്ലാം ഇവിടെയാണ്. അപ്പം ഞാനിവിടെ വന്നേക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങാനാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, ഞാൻ യു ജിയും പി ജിയും എല്ലാം വേറെ യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് ചെയ്തത്. അപ്പം നമ്മളിപ്പം ഫർദറായിട്ട് എന്തെങ്കിലും കേരള യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പഠിക്കണമെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചവർക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങണം. അപ്പം ഞാൻ യു ജിയും പി ജിയും വേറെ വേറെ യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ട് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് എലിജിബിലിറ്റി വാങ്ങണമായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ രാവിലെ വന്നേ, ഒരു 11:30 ആയപ്പോൾ വന്നു. അങ്ങനെ ഞാൻ 11:30 ആയപ്പോൾ അറ്റസ്റ്റ് ചെയ്യാനുള്ള കുറേ സർട്ടിഫിക്കറ്റ്സും എല്ലാം കൊണ്ടാണ് വന്നത്. നിങ്ങൾ ആ താഴോട്ടുള്ള വഴി കണ്ടോ, അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ പോകുന്ന വഴി. അപ്പം ഞാൻ അറ്റസ്റ്റ് ചെയ്യാനുള്ള കോപ്പി എല്ലാം കൊണ്ടുവന്ന് അവിടെ കൊടുത്തു, ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു 4:30 ആകുമ്പോഴത്തേക്കിന് വന്നാൽ മതി, എലിജിബിലിറ്റി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അത്രയും നേരം അവിടെ ഇരിക്കേണ്ടല്ലോ. അപ്പം ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്ത്, നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ, യൂണിവേഴ്സിറ്റി ആയിരുന്നു നേരത്തെ കണ്ടത്. അവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ലൈബ്രറി ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് വന്നു. എനിക്കവിടെ മെമ്പർഷിപ്പൊന്നുമില്ല, കാരണം ഞാൻ ഇവിടെ അല്ലല്ലോ പഠിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്രയും നേരം വെയിറ്റ് ചെയ്യണം, ഞാനാണെങ്കിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ലൈബ്രറി ഇരിക്കാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ ക്യാൻറ്റീനിൽ ഇരുന്ന് കഴിച്ചു. ഞാൻ ഫുഡ് കൊണ്ടുവന്നായിരുന്നു, അപ്പോൾ അത് ക്യാൻറ്റീനിലിരുന്ന് കഴിച്ചു. ലൈക്ക് യൂണിവേഴ്സിറ്റിയുടെ തന്നെ ക്യാൻറ്റീൻ ഉണ്ടല്ലോ, അവിടെ പോയിരുന്ന് കഴിച്ചു. എന്നിട്ട് ഞാൻ ലൈബ്രറി വന്നു. അപ്പോൾ ലൈബ്രറിയിൽ ചെന്നപ്പോൾ എനിക്ക് മെമ്പർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ടെമ്പററി മെമ്പർഷിപ്പ് എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു റിസർച്ച് സ്കോളേഴ്സിന് അല്ലെങ്കിൽ റിസർച്ച് വിങ്ങിൽ നമുക്ക് പോകണമെങ്കിൽ ₹50 ആണ് അടയ്ക്കേണ്ടത്. മറ്റ് ബാക്കിയുള്ള വിങ്സിലോ എല്ലാം അങ്ങനെയാണ് പോകണ്ടെങ്കിൽ നമ്മൾ ₹20 അടച്ചാൽ മതി. ഈ റിസർച്ച് വിങ്ങിൽ പോകാൻ ₹50 നമ്മൾ അടയ്ക്കുന്നത് 3 ദിവസത്തേക്കാണ്. അപ്പോൾ ആ 3 ദിവസത്തിനുള്ളിൽ എപ്പം വേണമെങ്കിലും നമുക്ക് അടുപ്പിച്ച് 3 ദിവസം, അപ്പോൾ അതിനുള്ളിൽ നമുക്ക് എപ്പം വേണമെങ്കിലും വന്ന് ബുക്ക് വായിക്കാം. അങ്ങനെ ഞാൻ അകത്തോട്ട് കയറുന്നു, കേരള യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലോട്ട് കയറുന്നു. അപ്പോൾ അകത്താണ് വ്യൂ ആണിത്. അപ്പോൾ ആ സെക്യൂരിറ്റി ചേട്ടൻ എന്നോട് ചോദിച്ചു അകത്തോട്ട് കയറാനാണോ, അങ്ങനെയാണെങ്കിൽ സൈഡിൽ റൈറ്റ് സൈഡിൽ നിങ്ങളൊരു കൗണ്ടർ കാണുന്നുണ്ടല്ലോ, അവിടെ ബാഗൊക്കെ വെച്ചിട്ട് ബുക്ക് വേണ്ടത് പേന എടുത്തുകൊണ്ട് കയറാൻ പറഞ്ഞു അകത്തോട്ട്. അപ്പോൾ ഞാൻ മെമ്പർഷിപ്പില്ലാന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അകത്ത് ഓഫീസുണ്ട്, അവിടെ പോയി ടെമ്പററി മെമ്പർഷിപ്പ് എടുത്തിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി ടെമ്പററി മെമ്പർഷിപ്പൊക്കെ എടുത്തിട്ട് ഏറ്റവും മുകളിലത്തെ നിലയിലാണ് റിസർച്ച് വിങ്. അപ്പോൾ ഞാനിവിടെ വന്നു. നല്ല വൈബായിരുന്നു കേട്ടോ, നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. അവിടെ സോളാർ പാനൽ വെച്ചേക്ക് ഫുള്ള്. അവിടെ നിന്ന് നോക്കി നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ മെയിൻ മുകളിലത്തെ ഭാഗമാണ്. ഇതാണ് റിസർച്ച് വിങ്ങിൻ്റെ മെയിൻ ഭാഗം. ഇവിടെയാണ് റീഡിംഗ് ഹാള്. നമ്മളെ അകത്തോട്ടൊന്നും കയറ്റത്തില്ല. അപ്പം നമുക്ക് പറയാം, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാറ്റലോഗ് ഇരിപ്പുണ്ട്, കാറ്റലോഗാണ് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ അവിടുന്ന് ലൈക്ക് എൻ്റെ ഏതാണോ ഏരിയ ഓഫ് റിസർച്ച് അതിനെ സംബന്ധിച്ച് കാറ്റലോഗ് എടുത്ത് അവർക്ക് ഇന്നതാണെന്ന് പറഞ്ഞാൽ അവരത് എടുത്തു തരും, തീസിസ്. അപ്പം നമുക്കതൊക്കെ ഒന്ന് വായിച്ച് ജസ്റ്റ് ഒരു ഇതാക്കാം, നമുക്ക് മനസ്സിലൊരു ഇതാണ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിലൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഓറിയൻറ്റേഷൻ ഹാൾ, കേരള യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ. അത് ഞാൻ താഴോട്ട് പോവാണ്. അപ്പോൾ ഒരു അണ്ണാൻ ചാടിപ്പോയി കണ്ടോ. അപ്പോൾ ഇത് സൈഡിലെല്ലാം ഓഫീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇറങ്ങുവാണ്, ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങുക. ഇപ്പോൾ ഒരു അറൗണ്ട് 3:30 സമയമായി. അപ്പം ഞാൻ ഇറങ്ങുവാണ്. എന്തിനാണ് ഞാൻ ഈ എലിജിബിലിറ്റിക്ക് എന്തിനാണ് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ BEd അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം എനിക്ക് റിസർച്ച് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഞാൻ വിചാരിച്ചു BEd കഴിഞ്ഞിട്ട് റിസർച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇതാണ് ഓഫീസ് കേട്ടോ, അവിടെയാണ് ഞാൻ ടെമ്പററി മെമ്പർഷിപ്പ് എടുക്കാൻ പോയത്. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഓഫീസില്ല അവിടെ. അപ്പോൾ ഇത് ഞാൻ വേ ഔട്ടാണ്, ഞാൻ പുറത്തോട്ട് പോവാം. അപ്പോൾ ഞാൻ ക്യാൻറ്റീനിൽ വന്നു, ഒരു ചായയൊക്കെ കുടിക്കാനായിട്ടാണ് ക്യാൻറ്റീനിൽ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു റിസർച്ചിന് ഇനി സമയം വേണമെന്ന് തോന്നി, അപ്പം കുറച്ചുകൂടെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതുകൊണ്ട് BEd അഡ്മിഷൻ എടുക്കാനാണ്. എവിടെ കിട്ടുമെന്നൊന്നും അറിയത്തില്ല, നമുക്ക് നോക്കാം. അങ്ങനെ ചായയൊക്കെ കുടിച്ച് വീട്ടിൽ പോയി. താങ്ക്